ഓപ്പറേഷൻ ഐഷ്, ജർമ്മൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ ഓക്ക്, അതുമല്ലെങ്കിൽ ഗ്രാൻഡ് സാസോ റെയ്ഡ്, ലോകത്തെ ഞെട്ടിച്ചൊരു കമാൻഡോ ഓപ്പറേഷൻ ആയിരുന്നു ഇത്. ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. പിൽക്കാലത്ത് ലോകത്ത് നടന്നിട്ടുള്ള സകല കമാൻഡോ ഓപ്പറേഷന്റെയും ബേസ് ആയിട്ട് നിലകൊണ്ടത് ഈ ഓപ്പറേഷനാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു ഹോളിവുഡ് മൂവിയെ വെല്ലുവിളിക്കുന്ന ഗ്രാൻഡ് സാസോ റെയ്ഡ് എന്ന കമാൻഡോ ഓപ്പറേഷനെ കുറിച്ചാണ്. ഹോളിവുഡ് മൂവിയെ വെല്ലുവിളിക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞത് ചുമ്മാതല്ല. ഈ കഥ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ കഥയുടെ തുടക്കം ഓട്ടോ സ്കോർസനി എന്ന വ്യക്തിയിൽ നിന്നുമാണ്. ഓട്ടോ സ്കോർസനി ആരാണെന്ന് വെച്ചാൽ നാസി പടയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. നാസി എയർഫോഴ്സിലായിരുന്നു അയാൾ ജോലി നോക്കിയിരുന്നത്. ഹിറ്റ്ലറിന് വേണ്ടിയിട്ട് നിരവധി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട്. ജൂലൈ 23, 1943 സെക്കൻഡ് വേൾഡ് വാർ കത്തി നിൽക്കുന്ന സമയം. അന്ന് ഓട്ടോ സ്കോർസനിക്ക് അവധി ദിവസമായിരുന്നു. ഒരു ബാറിൽ ഇരുന്ന് അയാൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട്. പെട്ടെന്നൊരാൾ ആ ബാറിലേക്ക് കടന്നു വന്ന് അയാളുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ കടന്നു വന്ന ഉദ്യോഗസ്ഥൻ ഒരു നാസി ഓഫീസറായിരുന്നു. അയാൾ ഓട്ടോയോട് ഇങ്ങനെ പറഞ്ഞു, സാർ, നിങ്ങൾ എത്രയും വേഗം പോളണ്ടിലേക്ക് പുറപ്പെടണം. നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ട വിമാനവും മറ്റു കാര്യങ്ങളുമെല്ലാം തയ്യാറാണ്. എത്രയും വേഗം പുറപ്പെടണം. ഇത് കേട്ടതും മറുത്തൊന്നും പറയാതെ ഓട്ടോ ആ ബാറിൽ നിന്നും ഇറങ്ങി. ആ ബാറിന് പുറത്തായിട്ട് അയാൾക്ക് വേണ്ടി ഒരു കാർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആ കാറിന്റെ ഉള്ളിലായിട്ട് അയാളുടെ യൂണിഫോമും. കാർ മുൻപോട്ട് പോകുമ്പോൾ കാറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ സാധാരണ വസ്ത്രം മാറ്റി നാസി യൂണിഫോം അയാൾ ധരിച്ചു. ആ ബെൻസ് കാർ അയാളെ എത്തിച്ചത് ബെർലിനിലെ ഓഷ്വിറ്റ്സിലേക്കാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അവിടെയുള്ളൊരു വിമാനത്താവളത്തിൽ. അവിടെ അയാളെയും കാത്തൊരു വിമാനമുണ്ടായിരുന്നു. ആ എയ്റോപ്ലെയിനിൽ കയറുന്നതിന് മുൻപ് ഓട്ടോ വിചാരിച്ചത് ഇങ്ങനെയാണ്: എന്തെങ്കിലും വലിയൊരു മിഷൻ തന്നെ കാത്തിരിക്കുന്നുണ്ടാവും. തൻ്റെ ടീം അംഗങ്ങൾ ആ വിമാനത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. എന്നാൽ ആ വിമാനത്തിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. അതിൻ്റെ ഉള്ളിൽ മറ്റാരുമില്ല, താൻ മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. പ്ലെയിൻ പുറപ്പെട്ടു. ആ യാത്ര മുൻപോട്ട് പോകുന്തോറും ഓട്ടോയുടെ മനസ്സിൽ ഭയം അധികരിച്ചു കൊണ്ടിരുന്നു. കാരണം അത് 1943 കാലഘട്ടമാണ്. ലോകം കീഴടക്കുവാനായിട്ട് ഹിറ്റ്ലർ രണ്ടും കൽപ്പിച്ചിറങ്ങിയ സമയം. ലോകത്ത് എല്ലായിടത്തും നാസികൾക്ക് ചാരന്മാരുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്വന്തം നാട്ടിൽ. ഓട്ടോയുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ഭയം ഇതായിരുന്നു: തൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും അബദ്ധം വീണ് അത് ഏതെങ്കിലും ഒരു ചാരം കേട്ട് അത് മേലധികാരികളെ അറിയിച്ചിട്ടുണ്ടായിരിക്കുമോ? അതിന് തന്നെ ശിക്ഷിക്കുവാനായിരിക്കുമോ ഇപ്പോൾ കൊണ്ടുപോകുന്നത്? ഹിറ്റ്ലറുടെ കാര്യമാണ്, ഒന്നും പറയുവാൻ കഴിയില്ല. അതുമാത്രമായിരുന്നില്ല ഓട്ടോയുടെ ആശങ്ക. അയാൾ ഇപ്പോൾ പോകുന്നത് സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറെ നേരിൽ കാണുവാനാണ്. ലോകത്തെ മുഴുവനും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു ഏകാധിപതി തന്നെ നേരിൽ കാണുവാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്തിനായിരിക്കും? എന്തോ വലിയൊരു അപകടം തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഓട്ടോയ്ക്ക് തോന്നുവാൻ തുടങ്ങി. ഒടുവിൽ ഓട്ടോ യാത്ര ചെയ്ത വിമാനം പോളണ്ടിൽ എത്തിച്ചേരുകയാണ്. അവിടെ അയാൾക്ക് വേണ്ടിയിട്ട് കറുത്ത നിറത്തിലുള്ള ഒരു ബെൻസ് കാർ കാത്തുകിടപ്പുണ്ടായിരുന്നു. അയാൾ കാറിൽ കയറി. കാർ മുൻപോട്ട് കുതിച്ചു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ആ കാറ് ഒരു വനത്തിലേക്ക് പ്രവേശിച്ചു. വനത്തിലൂടെ ഏതാനും മണിക്കൂറുകൾ ഓടി. ഒടുവിൽ പോളണ്ടിലെ ആ വനത്തിന്റെ ഉള്ളിലുള്ള ഹിറ്റ്ലറുടെ ഒരു രഹസ്യ ക്യാമ്പിലേക്ക് അയാൾ എത്തിച്ചേരുകയാണ്. അവിടെ ആ നാസി സീക്രട്ട് ക്യാമ്പിൽ സാക്ഷാത് അഡോൾഫ് ഹിറ്റ്ലർ ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ മാത്രമല്ല, നാസി പടയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. സ്കോർസിനി കടന്നു വന്നതും ഹിറ്റ്ലർ മറ്റുള്ളവരോട് ആ ഹാള് വിട്ടു പോകുവാനായിട്ട് ആവശ്യപ്പെട്ടു. തനിക്ക് ഓട്ടോയുമായിട്ട് അല്പസമയം തനിച്ച് സംസാരിക്കണം. ഇത് കേട്ടതും മറ്റുള്ളവർ ആ ഹാള് വിട്ട് പുറത്തേക്ക് പോയി. അവിടെ വെച്ച ഓട്ടോ സ്കോർസിനിയോട് ഹിറ്റ്ലർ ഒരു കാര്യം പറയുകയാണ്: ഇറ്റലിയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് സിസിലി. നമ്മുടെ ശത്രു രാജ്യങ്ങൾ സിസിലിയെ ആക്രമിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അധികം വൈകാതെ അവർ ഇറ്റലി കീഴടക്കും. അതുമാത്രമല്ല, ആഫ്രിക്കയിൽ പോരാടുന്ന ഇറ്റാലിയൻ സൈനികർ ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. കൂടാതെ റോമിന് നേർക്ക് ശത്രു സൈനികർ ബോംബ് വർഷിക്കുവാനും തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾ മൂലം സാക്ഷാൽ ബെനിറ്റോ മുസോളിനിയുടെ ഗവൺമെന്റ് ആടിയുലഞ്ഞു. മുസോളിനിക്ക് എതിരായിട്ട് ഗവൺമെന്റിലെ ഉയർന്ന തലത്തിലുള്ള ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തോട് തന്റെ സ്ഥാനം ഒഴിയുവാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ മുസോളിനി അവരുടെ ആവശ്യത്തിന് പുല്ലുവിലയാണ് കൊടുത്തത്. തന്റെ സ്ഥാനം ഒഴിയുവാനായിട്ട് അയാൾ തയ്യാറായില്ല. അതോടെ ജൂലൈ 24, അതായത് 2 ദിവസം മുൻപ് മുസോളിനിയുടെ കൊട്ടാരത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടപ്പെട്ടു. ആ യോഗത്തിൽ വിക്ടർ ഇമ്മാനുവൽ രാജാവടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം സന്നിഹിതരായിരുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അവർ സുദീർഘമായിട്ട് ചർച്ച ചെയ്തു. ആ ചർച്ച അർദ്ധരാത്രി വരെ നീണ്ടുപോയി. മിക്ക ആളുകളും മുൻപോട്ട് വെച്ച ആശയം ഇതായിരുന്നു: ജർമ്മനിയുടെ കീഴിൽ നിന്നും മാറി സഖ്യകക്ഷികൾക്ക് കീഴടങ്ങുക, അതോടൊപ്പം മുസോളിനിയെ സ്ഥാനഭ്രഷ്ടനാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ക് തർക്കം മൂലം ആ ചർച്ച എങ്ങും എത്താതെ പോയി. ഒടുവിൽ അർദ്ധരാത്രിക്ക് ശേഷം അവർ ഒരു വോട്ടെടുപ്പ് നടത്തുകയാണ്. ആ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം വോട്ടുകളും മുസോളിനിക്ക് എതിരായിരുന്നു. ഈ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം, അതായത് ജൂലൈ 25 ഗവൺമെന്റ് മുസോളിനിയെ അറസ്റ്റ് ചെയ്തു.
തൊട്ടു പിന്നാലെ വിക്ടർ മൂന്നാമൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം പിയാട്രോ ബഡോഗ്ലിയ പ്രൈം മിനിസ്റ്ററായിട്ട് ചുമതലയേറ്റു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചാരന്മാർ മുഖാന്തരം നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ വളരെ കൃത്യവുമാണ്. ബെനിറ്റോ മുസോളിനിയുടെ അറസ്റ്റ് നമുക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യും. മുസോളിനിയെ നിലവിലുള്ള ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുവാനുള്ള പ്രധാന കാരണം ഇതാണ്. അയാൾ എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിരുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇറ്റലി മാരകമായിട്ടുള്ള ആക്രമണം നേരിടുവാനും അതുപോലെ തോൽവിയുടെ വക്കിലെത്തുവാനും കാരണം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള ഗവൺമെന്റ് ചെയ്യുന്നത് ഇതായിരിക്കും. അവർ മുസോളിനിയെ അറസ്റ്റ് ചെയ്ത ശേഷം സഖ്യകക്ഷികളുമായിട്ട് ബന്ധപ്പെടും. എന്നിട്ട് അവരുമായിട്ടൊരു ഡീൽ ഉറപ്പിക്കും. ഞങ്ങൾ മുസോളിനിയെ നിങ്ങൾക്ക് വിട്ടുതരാം, ഇറ്റലിയെ ആക്രമിക്കരുത് എന്നവർ അപേക്ഷിക്കും. സ്വാഭാവികമായിട്ടും അമേരിക്ക അടങ്ങുന്ന സഖ്യകക്ഷികൾ ആ അപേക്ഷ സ്വീകരിക്കും. അവർ മുസോളിനിയെ ഏറ്റെടുക്കും. എന്നിട്ടൊരു വാർ ക്രിമിനൽ എന്ന് മുദ്രകുത്തി അയാളെ തൂക്കിലേറ്റും. അതിനു തൊട്ടു പിന്നാലെ ഇറ്റാലിയൻ സേന നമ്മുടെ ശത്രുസേനയുമായിട്ട് ലയിക്കും. എന്നിട്ട് നമുക്കെതിരായിട്ട് യുദ്ധം ചെയ്യും. ഇതാണ് നടക്കുവാനായിട്ട് പോകുന്നത്. ഇത് തടയണമെങ്കിൽ, ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതിയാവും. മുസോളിനിയെ നമ്മൾ രക്ഷിക്കണം. എന്നാൽ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഇറ്റലിയിൽ ഭരണമാറ്റം നടന്നുവെന്നും മുസോളിനി അറസ്റ്റ് ചെയ്യപ്പെട്ടുവെന്നും പുതിയ പ്രധാനമന്ത്രി ചുമതല ഏറ്റെടുത്തുവെന്നും ഒഫീഷ്യലായിട്ട് ഇറ്റലി പുറത്തുവിട്ടിട്ടില്ല. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇറ്റലി ഇപ്പോഴും നമ്മുടെ സഖ്യകക്ഷിയാണ്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ സൈനികരെ അയച്ച് ഇറ്റലിയെ ആക്രമിക്കാം, എന്നിട്ട് മുസോളിനിയെ രക്ഷപ്പെടുത്താം. പക്ഷെ അങ്ങനെ ചെയ്താൽ അടുത്ത നിമിഷം ഇറ്റലി നമ്മുടെ ശത്രുവായിട്ട് മാറും. അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മൾ മുസോളിനിയെ അന്വേഷിക്കുന്നുണ്ട് എന്ന് ഇറ്റാലിയൻ ഗവൺമെന്റ് മനസ്സിലാക്കിയാൽ അവർ അദ്ദേഹത്തെ കൊന്നുകളയുവാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ പരമരഹസ്യമായിരിക്കണം. നമ്മുടെ സൈന്യം ഇറ്റലിയിൽ പ്രവേശിക്കണം. അതിനുശേഷം അവിടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്തണം. എന്നിട്ട് ഇരുചെവി അറിയാതെ മുസോളിനിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരണം. ഇതാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻ നയിക്കുവാനാണ് നിങ്ങളെ ഇപ്പോൾ വിളിച്ചു വരുത്തിയത്. ഇതായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഓട്ടോ സ്കോർസിനിയോട് പറഞ്ഞ കാര്യം. അഡോൾഫ് ഹിറ്റ്ലർ ഈ ഓപ്പറേഷന് ഒരു പേര് വരെ ഇട്ടിരുന്നു, ഓപ്പറേഷൻ ആയിഷ്. എന്നാൽ ഇവിടെ മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. അദ്ദേഹം ഈ ഓപ്പറേഷന്റെ ചുമതല ഏൽപ്പിച്ച വ്യക്തി ആരാണ്? ഓട്ടോ സ്കോർസിനി. സ്കോർസിനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒരു ചാരനല്ല, മറിച്ചൊരു വൈമാനികനാണ്. ചാരപ്രവർത്തനങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരാൾ. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെ നിന്നുമാണ് തുടങ്ങേണ്ടത് എന്ന് തുടങ്ങി യാതൊരു ഐഡിയയും ഓട്ടോയ്ക്കില്ലായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുസോളിനിയെ ഇറ്റാലിയൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു എന്ന വിവരം മാത്രമാണ് ഇവർക്കറിയൂ. അയാളെ എവിടെയാണ് തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവർക്കറിയില്ല. പക്ഷേ ഉത്തരവ് നൽകിയിരിക്കുന്നത് സാക്ഷാൽ ഹിറ്റ്ലറാണ്. അയാളെ എതിർത്ത് ഒന്നും പറയുവാനായിട്ട് കഴിയില്ല. സാർ, എനിക്ക് ജലദോഷമാണ്, അതുകൊണ്ട് ഈ ഓപ്പറേഷന്റെ ചുമതല മറ്റാരെങ്കിലും ഏൽപ്പിക്കാമോ എന്ന് ചോദിക്കുവാനും കഴിയില്ല. അങ്ങനെയെങ്ങാനും ചോദിച്ചാൽ ഹിറ്റ്ലർ അന്നേരം ഫോൺ കറക്കി ഹിംലറെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, ഇപ്പോൾ ഗ്യാസ് ചേമ്പർ വല്ലതും ഒഴിവുണ്ടോ എന്ന്. അതുകൊണ്ട് അനുസരിക്കുകയല്ലാതെ വേറെ വഴിയുമില്ല. ഓട്ടോ സ്കോർസിനിയുടെ പ്ലാൻ ഇതായിരുന്നു. ആദ്യം മുസോളിനി എവിടെയാണെന്ന് കണ്ടെത്തണം. അതിനുശേഷം ഒരു റെസ്ക്യൂ മിഷൻ പ്ലാൻ ചെയ്യണം. ആ മിഷൻ വിജയകരമായിട്ട് നടപ്പിലാക്കി മുസോളിനിയെ അവിടെ നിന്നും കടത്തിക്കൊണ്ട് ജർമ്മനിയിലേക്ക് കൊണ്ടുവരണം. പക്ഷെ പറയും പോലെ അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഓപ്പറേഷൻ ഐഷിൽ പങ്കെടുക്കുവാനായിട്ട് എത്ര സൈനികരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കുവാൻ ഹിറ്റ്ലർ അയാൾക്ക് അനുവാദം നൽകി. അയാൾക്ക് മുൻപിൽ 502 SS കമാൻഡോകൾ അണിനിരത്തപ്പെട്ടു. അവരിൽ നിന്നും ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കുവാനായിട്ട് ഹിറ്റ്ലർ ആവശ്യപ്പെട്ടു. ഓട്ടോ ഈ 502 പേരിൽ നിന്നും 50 പേരെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ 10 പേർക്ക് വളരെ മനോഹരമായിട്ട് ഇറ്റാലിയൻ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നു. അങ്ങനെ ടീം തയ്യാറായി. അതിനുശേഷം അവർ ഇറ്റലിയിലേക്ക് പുറപ്പെട്ടു. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലാണ് അവർ എത്തിച്ചേർന്നത്. റോമിൽ എത്തിയ ശേഷം നാസികൾ ആദ്യം ചെയ്ത കാര്യം ഇതായിരുന്നു. അവിടെ കള്ളനോട്ടടിക്കുന്ന ഒരു ക്രിമിനൽ ഗ്യാങ് ഉണ്ട്. അവരെ നാസികൾക്കറിയാം. ആ ഗ്യാങ്ങിനെ ഇവർ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് അവരിൽ നിന്ന് ലക്ഷക്കണക്കിന് കള്ളനോട്ടുകൾ ഇവർ വാങ്ങി. ഈ കള്ളനോട്ടുകൾ ഇവർ വാങ്ങിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം എന്താണ്? മുസോളിനി എവിടെയാണെന്ന് കണ്ടെത്തണം. ആ ഇൻഫർമേഷൻ കിട്ടുവാനായിട്ട് ഇറ്റലിയിലെ ഉയർന്ന അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്ത് ഇൻഫർമേഷൻ ചോർത്തിയെടുക്കുക. കള്ളനോട്ടുകൾ തയ്യാറായതിന്റെ തൊട്ടു പിന്നാലെ ഓട്ടോ അടുത്ത നടപടിയിലേക്ക് കടന്നു. അയാൾ ഈ നോട്ടുകൾ തന്റെ സംഘത്തിലെ അംഗങ്ങൾക്ക് തുല്യമായിട്ട് വീതിച്ചു നൽകി. ഈ നാസി പടയാളികൾ വേഷം മാറി പല ഓഫീസർമാരെ സന്ദർശിച്ച് അവർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്ത് അവരിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ഏകദേശം ഒരാഴ്ചയോളം ഈ പ്രവർത്തനം മുൻപോട്ട് പോയി. പക്ഷേ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. ചുരുക്കി പറഞ്ഞാൽ ആ ശ്രമം ഒരു പരാജയമായിരുന്നു. ഈ പദ്ധതി പരാജയപ്പെടുവാനായിട്ട് പ്രധാനമായിട്ടും 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന്, റോമിൽ ഓട്ടോയ്ക്ക് പരിചയമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ആരുമില്ല. രണ്ടാമതായിട്ട്, ആർക്കാണ് കൈക്കൂലി കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടാത്തത് എന്നുള്ള കാര്യമൊന്നും ഇവർക്കറിയില്ല.
ഒരു പക്ഷേ സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇവരുടെ ടീം കൈക്കൂലിയുമായിട്ട് സമീപിച്ചാൽ അവിടെ മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. ആ ഉദ്യോഗസ്ഥൻ ആ കൈക്കൂലി വാങ്ങി വെച്ചിട്ട് വേഗം തന്നെ ഉയർന്ന അധികാരികളെ വിവരം അറിയിക്കും. അവർക്ക് വേഗം തന്നെ മനസ്സിലാകും നാസികൾ മുസോളിനിയെ അന്വേഷിക്കുന്നുണ്ടെന്ന്. അങ്ങനെ സംഭവിച്ചാൽ അവർ ഒട്ടും വൈകാതെ മുസോളിനിയെ വധിച്ചുവെന്നും വരാം. ശരിക്കും പറഞ്ഞാൽ റോമിലെത്തിയ ഓട്ടോയും കൂട്ടരും പെട്ടുവെന്ന് പറയണം. ഓട്ടോയും കൂട്ടരും നേരിടുന്ന ഈ പ്രതിസന്ധി ഹിറ്റ്ലറും മനസ്സിലാക്കി. അതുകൊണ്ട് അവരെ സഹായിക്കുവാനായിട്ട് 2 പേരെ അയാൾ റോമിലേക്ക് അയച്ചു. അവരുടെ പേരുകൾ ഇതാണ്: ഹെർബർട്ട് കോപ്ലർ ആൻഡ് ഡോമാൻ. ഇതിൽ ഹെർബർട്ട് എന്ന് പറയുന്ന വ്യക്തി ഒരു സ്പൈ ആണ്. അതുമാത്രമല്ല, റോമിലെ പോലീസ് വൃന്ദങ്ങളിൽ അയാൾക്ക് ധാരാളം കോണ്ടാക്റ്റുകളുണ്ട്. ഹെർബർട്ടിനെ കൊണ്ട് ഈ ടീമിന് വലിയ ഗുണമാണ് ഉണ്ടായത്. അയാൾക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം ആർക്കാണ് കൈക്കൂലി കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കുവാൻ പാടില്ലാത്തത്. ഈ അറിവ് ഉപയോഗിച്ച് അയാൾ കൈക്കൂലി കൊടുക്കേണ്ടവർക്ക് കൈക്കൂലി കൊടുത്തു. അതേസമയം കൈക്കൂലി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലെ ഫോണുകൾ ടാപ്പ് ചെയ്തു. രണ്ടാമത്തെ വ്യക്തിയായ ഡോമാൻ ഒരു ഫോറിൻ ഡിപ്ലോമാറ്റാണ്. അതുകൊണ്ട് തന്നെ റോമിലെ ഹൈ പ്രൊഫൈലിലുള്ള ആൾക്കാരുമായിട്ട് അയാൾക്ക് നല്ല പരിചയവുമുണ്ട്. റോമിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് സംസാരിച്ച് നയത്തിൽ അവരിൽ നിന്നും വിവരങ്ങൾ ചോർത്തുവാനായിട്ട് ഡോമാനും ശ്രമിച്ചു. ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ മുൻപോട്ട് പോവുകയാണ്. പക്ഷേ ഈ ഓപ്പറേഷന് യാതൊരു പുരോഗതിയുമില്ല. മുസോളിനി എവിടെയാണെന്ന് കണ്ടെത്തുവാനായിട്ട് അവർക്ക് ഇതുവരെ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഇൻഫർമേഷൻ ഓട്ടോയ്ക്കും കൂട്ടർക്കും കിട്ടുകയാണ്. ഇറ്റലിയിൽ ഐക്ക എന്നു പേരുള്ള ഒരു പോർട്ടുണ്ട്. ഒരു ദിവസം ധാരാളം ഇറ്റാലിയൻ സൈനികർ ഈ പോർട്ടിലേക്ക് വരികയും അവിടെയുള്ള സുരക്ഷ കർശനമാക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു നാസി എഞ്ചിനീയർ ശ്രദ്ധിച്ചു. അയാൾ വേഗം തന്നെ മേലധികാരികളെ ഫോണിൽ വിവരം അറിയിച്ചു. അവർ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയുവാനായിട്ട് ഏതാനും നാസി ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയച്ചു. അവർ അവിടെ മകൻ നിരീക്ഷണം നടത്തി. അവരുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുസോളിനിയെയും കൊണ്ട് ഒരു കൂട്ടം സൈനികർ വരികയാണ്. അതിനുശേഷം ആ പോർട്ടിൽ നിന്നും കപ്പൽ കയറ്റി അയാളെ അവർ എവിടേക്കോ അയച്ചു. തങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർ മേലധികാരികളെ അറിയിച്ചു. അവർ വേഗം തന്നെ ഓട്ടോയെയും കൂട്ടരെയും വിവരം അറിയിച്ചു. ഇപ്പോൾ ഓട്ടോയ്ക്ക് വ്യക്തമായിട്ടും മനസ്സിലായി മുസോളിനിയെ കപ്പലിൽ കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോയിരിക്കുന്നു. ഈ ഐക്കാ പോർട്ട് ഉള്ളത് ഇറ്റലിയുടെ പടിഞ്ഞാറുള്ള ടൈറിയൻ സീയിലാണ്. ഈ കടൽ പ്രദേശത്ത് ധാരാളം ഐലൻഡുകളുണ്ട്. വെറും ഐലൻഡുകളല്ല, പ്രിസൺ ഐലൻഡുകളാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രിസൺ ഐലൻഡിലായിരിക്കും മുസോളിനിയെ അവർ തടവിൽ പാർപ്പിച്ചിരിക്കുക എന്ന് ഓട്ടോ അനുമാനിച്ചു. ടൈറിയൻ സീയിൽ അങ്ങിങ്ങായിട്ട് ചിതറിക്കിടക്കുന്ന പ്രിസൺ ഐലൻഡുകളിൽ ധാരാളം ജർമ്മൻ ഉദ്യോഗസ്ഥരും ജോലി ചെയ്യുന്നുണ്ട്. കാരണം ഈ സമയത്തും ജർമ്മനി ഇറ്റലിയുടെ സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ ജോലി ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഓട്ടോ വേഗം തന്നെ ഈ ജർമ്മൻ ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ അറിയിച്ചു. അവർ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ജയിലിലേക്കായിരിക്കും മുസോളിനിയെ അവർ കൊണ്ടുപോയിട്ടുണ്ടാവുക. അതുകൊണ്ട് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് അയാൾ അവരോട് ആവശ്യപ്പെട്ടു. ഈ നാസി ഉദ്യോഗസ്ഥർ അവരെ കൊണ്ട് കഴിയും പോലെ ഡാറ്റകൾ ശേഖരിക്കുവാൻ തുടങ്ങി. ഓട്ടോയുടെ ഊഹം തെറ്റിയില്ല. അയാളുടെ നീക്കങ്ങളും വെറുതെ ആയില്ല. അയാൾ വിചാരിച്ചതുപോലെ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ടൈറിയൻ സീയിൽ മദലിന എന്നു പേരുള്ള ഒരു പ്രിസൺ ഐലൻഡ് ഉണ്ട്. അവിടെ ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നുമുണ്ട്. ഒരു ദിവസം ഒരു ഇറ്റാലിയൻ പട്ടാളക്കാരനോട് സാധാരണ എന്ന പോലെ ഈ ജർമ്മൻ ഉദ്യോഗസ്ഥൻ സംസാരിക്കുകയായിരുന്നു. അയാൾ ഈ ഇറ്റാലിയൻ പട്ടാളക്കാരനോട് ചോദിച്ചു, എനിക്ക് ഈ ദ്വീപ് ഒന്ന് ചുറ്റിക്കറങ്ങുവാനായിട്ട് ഒരു കാർ സംഘടിപ്പിച്ചു തരുമോ? അതിനായി ഇറ്റാലിയൻ പട്ടാളക്കാരൻ കൊടുത്ത മറുപടി ഇതാണ്: സാർ, എൽഡ്യൂസി ഉള്ളപ്പോൾ അദ്ദേഹത്തിന് മാത്രമാണ് വാഹനങ്ങൾ അനുവദിക്കൂ. മറ്റാർക്കും വാഹനങ്ങൾ കൊടുക്കാറില്ല. എൽഡ്യൂസെ എന്ന് വിളിക്കുന്നത് വേറെ ആരെയുമല്ല, സാക്ഷാൽ മുസോളിനിയെയാണ്. ആ വാക്കിന്റെ അർത്ഥം നേതാവ് എന്നാണ്. ആ ഇറ്റാലിയൻ സോൾജർ പറഞ്ഞത് എന്താണ്? എൽഡ്യൂസി ഇവിടെ ഉള്ളപ്പോൾ മറ്റാർക്കും കാർ അനുവദിക്കില്ല എന്നാണ്. അതിന്റെ അർത്ഥം മുസോളിനി ഈ ദ്വീപിൽ തന്നെ ഉണ്ടെന്നാണ്. ആ ഇറ്റാലിയൻ പട്ടാളക്കാരന്റെ വായിൽ നിന്നും അറിയാതെ പുറത്തു ചാടിയ സത്യമായിരുന്നു അത്. ഇത് കേട്ട് വേഗം തന്നെ ആ നാസി ഓഫീസർ ഓട്ടോയെ വിവരം അറിയിച്ചു. ഈ ഇൻഫർമേഷൻ കിട്ടിയതും ഓട്ടോ സ്കോർസിനെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തു. മദലിന ദ്വീപിൽ തന്നെയാണ് മുസോളിനി ഉള്ളത് എന്ന് ഏകദേശം ഉറപ്പായി. എങ്കിലും ഒന്നുകൂടി അത് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം ആ ദ്വീപിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണം. അവിടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെ നടത്തണമെന്ന് പ്ലാൻ ചെയ്യണം. എല്ലാറ്റിനും മുൻപായിട്ട് മുസോളിനി ആ ദ്വീപിൽ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പിക്കണം. അയാൾക്ക് വ്യക്തമായിട്ടും അറിയാം താൻ പാഴാക്കുന്ന ഓരോ നിമിഷവും മുസോളിനിയുടെ ജീവൻ ആപത്താണെന്ന്. അതുകൊണ്ട് മദലിന ദ്വീപിൽ മുസോളിനി ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് താൻ തന്നെ നേരിട്ട് പോകുവാൻ അയാൾ തീരുമാനിച്ചു. അതിനായിട്ട് റോമിൽ നിന്നും ഒരു നാസി പ്ലെയിൻ എടുത്ത് അയാൾ ദ്വീപ് ലക്ഷ്യമാക്കി പറന്നു. ആ പ്ലെയിനിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്, പൈലറ്റും ഓട്ടോയും. എന്നാൽ അവരുടെ കഷ്ടകാലമെന്ന് പറയാം. യാത്രക്കിടയിൽ വെച്ച് വിമാനത്തിന്റെ ഒരു എഞ്ചിൻ തകരാറിലായി. വിമാനം കടലിൽ പതിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനു മുൻപായിട്ട് പൈലറ്റും ഓട്ടോയും പാരച്യൂട്ട് വഴി രക്ഷപ്പെട്ടു. അവരുടെ ഭാഗ്യത്തിന് അതുവഴിക്ക് അപ്പോൾ യാത്ര ചെയ്തിരുന്ന ഏതാനും ഇറ്റാലിയൻ നാവികർ ഈ കാഴ്ച കാണുകയും അവർ വേഗം സംഭവ സ്ഥലത്ത് വന്ന് ഓട്ടോയും പൈലറ്റിനെയും രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിമാന ദുരന്തം ഇറ്റാലിയൻ ഗവൺമെന്റിന് ചില സംശയങ്ങൾ ഉണ്ടാക്കി. എങ്ങനെയാണ് മുസോളിനിയെ തടവിൽ പാർപ്പിച്ച ദ്വീപിന്റെ സമീപത്തായിട്ട് ഒരു നാസി വിമാനം തകർന്നു വീണത്? അതിന്റെ അർത്ഥം
മുസോളിനി എവിടെയാണുള്ളതെന്ന് നാസികൾക്ക് അറിയാമെന്നാണ്. അതോടെ ഇറ്റാലിയൻ മിലിറ്ററി കൂടുതൽ ജാഗ്രതയിലായി. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ മുസോളിനി അവർ മദലിന ഐലൻഡിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. എന്നിട്ട് കൂടുതൽ സുരക്ഷ ഏർപ്പാടാക്കി. അതും കൂടാതെ മുസോളിനിയുടെ സുരക്ഷ നോക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പുതിയ പ്രസിഡന്റ് ഒരു ഉത്തരവും കൊടുത്തു. എന്തെങ്കിലും സാഹചര്യത്തിൽ നാസി പടയാളികൾ നിങ്ങളെ ആക്രമിക്കുകയോ മുസോളിനിയെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ ശ്രമത്തെ തടയുവാനായിട്ട് കഴിയില്ല എന്ന് വന്നാൽ ഉടൻ തന്നെ ഒരു കാര്യം ചെയ്യുക. മുന്നും പിന്നും നോക്കരുത്, മുസോളിനിയെ കൊന്നുകളയുക. ഇപ്പോൾ ഈ കമാൻഡോ ഓപ്പറേഷന്റെ സാഹചര്യം ഇതാണ്. ഇതുവരെ ചെയ്തതെല്ലാം വെള്ളത്തിലായിരിക്കുന്നു. ഈ മിഷൻ അവർക്ക് 1 മുതൽ വീണ്ടും ആരംഭിക്കണം. മുസോളിനി എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. ആ സമയത്താണ് ഒരു ദേവദൂതനെ പോലെ ഹെർബർട്ട് കെപ്ലറുടെ ടാപ്പിംഗ് ഡിവൈസ് ഇവരെ സഹായിച്ചത്. നമ്മൾ മുൻപ് കണ്ടതുപോലെ ഹെർബർട്ട് ധാരാളം ഇറ്റാലിയൻ ഓഫീസർമാരുടെ ഫോൺ കോളുകൾ ചോർത്തിയിരുന്നു. അങ്ങനെ ചോർത്തിയെടുത്ത ഒരു സംഭാഷണത്തിൽ നിന്നും അവർ കേട്ടത് ഇതാണ്. ഒരു ഇറ്റാലിയൻ ഓഫീസർ തന്റെ മേലധികാരിയോട് പറയുകയാണ്, സാർ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഗ്രാൻഡ് സാസോ ഡി ഇറ്റാലിയോയിൽ സുരക്ഷ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് സാസോ ഡി ഇറ്റാലിയോ എന്ന് പറയുന്നത് ഇറ്റലിയിലെ വലിയൊരു ഉയർന്ന കുന്നിൻ പ്രദേശമാണ്. ഏകദേശം 5000 അടിക്ക് മുകളിൽ ഉയരമുള്ള ഒരു കുന്നാണിത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മുസോളിനിയുടെ പ്രതാപകാലത്ത് ഈ മലയുടെ മുകളിലായിട്ട് DVX എന്ന പേരിൽ ഒരു ഹോട്ടൽ നിർമ്മിക്കുവാനായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു. അതിനുള്ള നിർമ്മാണവും തുടങ്ങി. DVX എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ നേതാവ് എന്നാണ് അർത്ഥം. 3 കെട്ടിടങ്ങളാണ് അയാൾ അവിടെ നിർമ്മിക്കുവാനായിട്ട് പദ്ധതിയിട്ടത്. അതിൽ D ഷേപ്പിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത്. Vയും Xും പണി പൂർത്തിയാക്കുവാനായിട്ട് മുസോളിനിക്ക് സാധിച്ചില്ല. ഓട്ടോ ന്യായമായിട്ടും അനുമാനിച്ചത് ഇതാണ്. D ഷേപ്പിലുള്ള ആ ബിൽഡിങ്ങിലായിരിക്കും മുസോളിനി അവർ തടവിൽ പാർപ്പിച്ചിട്ടുണ്ടാവുക. ആ കെട്ടിടത്തിന്റെ പേര് ഹോട്ടൽ കാംബോ ഇൻബെർട്ടോർ എന്നാണ്. നാസികളുടെ നിഗമനപ്രകാരം മുസോളിനി ആ കെട്ടിടത്തിൽ തന്നെ അടയ്ക്കുവാനായിട്ട് വേറെയും ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് കെട്ടിടം നിൽക്കുന്നത് വലിയൊരു മലയുടെ മുകളിലാണ്. താഴെ നിന്നും മുകളിലേക്ക് കയറി വന്നാൽ മാത്രമാണ് ശത്രുക്കൾക്ക് ആക്രമിക്കുവാനായിട്ട് കഴിയൂ. മുകളിൽ നിൽക്കുന്ന ഇറ്റാലിയൻ സേനയ്ക്ക് താഴെ കൂടി കയറി വരുന്ന ശത്രുക്കളെ വധിക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. നിലവിലെ സാഹചര്യമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ആ മലയുടെ മുകളിലാണ് മുസോളിനി ഉള്ളതെന്നാണ്. എങ്കിലും അക്കാര്യം ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഓട്ടോ തന്റെ സൈനികരിൽ 2 പേരെ തെരഞ്ഞെടുത്ത് ആ മലയുടെ താഴെയുള്ള ഗ്രാമങ്ങളിലേക്ക് അയച്ചു. അവരോട് അവിടെ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് അന്വേഷിക്കുവാൻ ആവശ്യപ്പെട്ടു. ഓട്ടോ അയച്ച പടയാളികൾ ആ ഗ്രാമത്തിലെ ജനങ്ങളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ ഇതാണ്. സാർ, എന്താണ് കാരണമെന്നറിയില്ല. ഈ ഗ്രാമത്തിലുള്ള ധാരാളം ആളുകൾ ആ ഹോട്ടലിൽ അടുത്ത ദിവസം വരെ ജോലി ചെയ്തിരുന്നു. എന്നാൽ ഒരു ദിവസം എല്ലാവരെയും പെട്ടെന്ന് പിരിച്ചുവിട്ടു. അതിനുശേഷം ധാരാളം പട്ടാളക്കാർ ആ മലയുടെ മുകളിലേക്ക് പോയി. അവരിപ്പോൾ ആ ഹോട്ടലിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞതും ഓട്ടോ 100% ഉറപ്പിച്ചു. മുസോളിനി ആ മലയുടെ മുകളിലുള്ള കെട്ടിടത്തിലുണ്ട്. താൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ഓട്ടോ നേരെ ഹിറ്റ്ലറെ അറിയിക്കുകയാണ്. എന്നിട്ട് മുസോളിനിയെ മോചിപ്പിക്കുവാനുള്ള ഓപ്പറേഷന് തങ്ങൾക്ക് അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഹിറ്റ്ലർ ഉടനടി അനുവാദം കൊടുത്തു. ഓപ്പറേഷൻ ഓക്കിന്റെ 2ാം ഘട്ടം ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. എങ്ങനെ മുസോളിനിയെ ആ മലയുടെ മുകളിലുള്ള കെട്ടിടത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരും? എത്ര പട്ടാളക്കാരെ അയച്ചാലും അടിവാരത്തു നിന്നും അവർ മലയുടെ മുകളിലേക്ക് കയറി മുകളിൽ നിൽക്കുന്ന ഇറ്റാലിയൻ പട്ടാളക്കാരെ കീഴടക്കി ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. എങ്കിലും അവർക്കതിന് സാധിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അവർ മുകളിൽ എത്തണമെങ്കിൽ ധാരാളം സമയമെടുക്കും. ആ കാലതാമസം വലിയൊരു വിഷയമാണ്. ഈ സമയത്തിന്റെ ഉള്ളിൽ ഇറ്റാലിയൻ സൈനികർ മുസോളിനിയെ വധിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ വിമാനമാർഗം ആ മലയുടെ മുകളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചാലോ അതിനും കഴിയില്ല. കാരണം ഒരു വിമാനത്തിന് ലാൻഡ് ചെയ്യുവാനുള്ള ഫെസിലിറ്റി ഒന്നും അവിടെയില്ല. അതും കൂടാതെ ഒരു വിമാനം ദൂരത്തു നിന്നും വരുമ്പോൾ അതിന്റെ ശബ്ദം അവർ കേൾക്കും. ഉടൻ തന്നെ വിമാനത്തെ ആക്രമിക്കും. മാത്രവുമല്ല, ഇതിനിടയിൽ മുസോളിനിയെ കൊല്ലുകയും ചെയ്യും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തുടക്കത്തിൽ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തേണ്ടത് എന്നോ അതുപോലെ മുസോളിനിയെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടതോ എന്നോ നാസികൾക്ക് യാതൊരു എത്തും പിടിയുമില്ലായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് അണിയറയിൽ മറ്റൊരു രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ടായിരുന്നു. പുതിയ പ്രസിഡന്റായ പിയാട്രോ ബഡോഗ്ലിയോ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടു. ഇറ്റലി സഖ്യകക്ഷികളുമായിട്ട് നടത്തിയ ചർച്ച ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ നിങ്ങൾക്ക് മുസോളിനിയെ കൈമാറാം. അതിനു പകരമായിട്ട് നിങ്ങളുടെ സൈനികരെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയക്കണം. കാരണം ഭരണമാറ്റം നടന്നുവെന്നും മുസോളിനിയെ അറസ്റ്റ് ചെയ്തുവെന്നും അയാളെ ശത്രുക്കൾക്ക് കൈമാറിയെന്ന് ഹിറ്റ്ലർ അറിഞ്ഞാൽ നിശ്ചയമായിട്ടും അയാൾ ഇറ്റലിയെ ആക്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണം. ഇതായിരുന്നു ഇറ്റലി മുൻപോട്ട് വെച്ച ആവശ്യം. എന്നാൽ അതിന് മറുപടിയായിട്ട് അമേരിക്ക പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ മുസോളിനിയെ കൈമാറിയാൽ മാത്രം മതിയാകില്ല, മറിച്ച് നിങ്ങൾ ഞങ്ങളുടെ മുൻപിൽ സറണ്ടർ ആവണം. ഈ ചർച്ചയുടെ ഒടുവിൽ അമേരിക്ക ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്: ഇറ്റലിയിൽ ഭരണമാറ്റം നടന്നിരിക്കുന്നു, മുസോളിനിയെ തടവിലാക്കിയിരിക്കുന്നു, അയാളെ അമേരിക്കയ്ക്ക് കൈമാറുവാനായിട്ട് ഇറ്റാലിയൻ ഗവൺമെന്റ് ഒരുക്കമാണ്. എന്നുവെച്ചാൽ ഇറ്റലി നിരുപാധികം കീഴടങ്ങിയിരിക്കുന്നു.
ഈ വാർത്ത ഇന്റർനാഷണൽ റേഡിയോ വഴി ലോകമെങ്ങും വ്യാപിച്ചു. ഇതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ അർത്ഥം ജർമ്മനിയുടെ ശത്രുവായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു ഇറ്റലി. 1943 സെപ്റ്റംബർ 8 ഈ വാർത്ത ലോകമാസകലം വ്യാപിച്ചത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ റോമിനെ ആക്രമിക്കുവാൻ തുടങ്ങി. മാരകമായിട്ടുള്ള ആക്രമണമാണ് നാസിപ്പട അവർക്ക് നേരെ അഴിച്ചുവിട്ടത്. അതോടെ ഗത്യന്തരമില്ലാതെ മുതിർന്ന നേതാക്കൾ എല്ലാവരും നാട് വിടുവാൻ തുടങ്ങി. വിക്ടർ ഇമ്മാനുവൽ രാജാവും പുതിയ പ്രസിഡന്റും അടക്കം അങ്ങനെ എല്ലാവരും ഓടി ഒളിച്ചു. ഇനി നമുക്ക് ഓട്ടോ സ്കോർസനിയിലേക്കും കൂട്ടരിലേക്കും മടങ്ങി വരാം. കാര്യങ്ങൾ ഇത്രയും ആയപ്പോഴേക്കും അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഇനി പാഴാക്കുവാനായിട്ട് അല്പം സമയം പോലും അവരുടെ മുൻപിലില്ല. എപ്പോൾ വേണമെങ്കിലും മുസോളിനി കൊല്ലപ്പെടും. അതിനു മുൻപ് അയാളെ രക്ഷിച്ചേ മതിയാവൂ. നാസി എയർഫോഴ്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് അയാൾ ഒരു ചർച്ച നടത്തി. ആ ചർച്ചയുടെ ഒടുവിൽ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. ദി ഗ്രേറ്റ് ഗ്രാൻഡ് സാസോ റെയ്ഡ്. ഓട്ടോയുടെയും കൂട്ടരുടെയും പ്ലാൻ ഇതായിരുന്നു: ഗ്ലൈഡർ പ്ലെയിനുകൾ ഉപയോഗിച്ച് ആ മലയിൽ ലാൻഡ് ചെയ്യുക, എന്നിട്ട് മുസോളിനിയെ രക്ഷിച്ചുകൊണ്ട് മടങ്ങി വരിക. ഗ്ലൈഡർ പ്ലെയിൻ, അങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്. ഗ്ലൈഡർ വിമാനങ്ങളും സാധാരണ വിമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗ്ലൈഡർ വിമാനത്തിന്റെ ഉള്ളിൽ എഞ്ചിൻ ഉണ്ടായിരിക്കില്ല. എഞ്ചിൻ ഇല്ലാതൊരു വിമാനം എങ്ങനെയാണ് പറക്കുന്നത് എന്നാകും നിങ്ങളുടെ വിചാരം. അതിനൊരു മാർഗമുണ്ട്. സാധാരണ വിമാനത്തിൽ ഇത്തരം ഗ്ലൈഡർ വിമാനങ്ങളെ ബലമുള്ള ഇരുമ്പ് വടം ഉപയോഗിച്ച് ബന്ധിക്കും. എന്നിട്ട് സാധാരണ വിമാനം നല്ല ഉയരത്തിലേക്ക് പറക്കും. ഒരു നിശ്ചിത ഉയരത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ വടം അങ്ങ് അഴിച്ചുവിടും. പിന്നെയുള്ള നിയന്ത്രണം മുഴുവനും ആ പ്ലെയിന്റെ ഉള്ളിലിരിക്കുന്ന പൈലറ്റിന്റെ കയ്യിലാണ്. പൈലറ്റ് ആ വിമാനത്തെ നിയന്ത്രിച്ച് ഗ്ലൈഡ് ചെയ്ത് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇറക്കും. ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം. മാത്രവുമല്ല, ഗ്ലൈഡർ പ്ലെയിനുകൾക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഇതിന് ശബ്ദമുണ്ടാകില്ല. വളരെ നിശബ്ദമായിട്ടായിരിക്കും വന്നിറങ്ങുന്നത്. ശത്രുക്കൾക്ക് എന്താണെന്ന് മനസ്സിലാകും മുൻപേ ഇത് തറയിൽ ലാൻഡ് ചെയ്തിരിക്കും. ഓട്ടോയുടെയും കൂട്ടരുടെയും പ്ലാൻ ഇതായിരുന്നു: ഒരു ഗ്ലൈഡർ പ്ലെയിനിൽ പൈലറ്റ് ഉൾപ്പെടെ 10 പേർക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള 10 പ്ലെയിനുകൾ ഈ ഓപ്പറേഷന് വേണ്ടി ഇറക്കണം. അതായത് മൊത്തം 100 സൈനികർ ഈ പ്ലെയിനിന്റെ ഉള്ളിൽ ഉണ്ടാവും. എല്ലാവരുടെയും കയ്യിൽ മെഷീൻ ഗണ്ണും ഉണ്ടായിരിക്കും. ശത്രുക്കൾക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാകും മുൻപേ ഈ ഗ്ലൈഡർ പ്ലെയിനുകൾ മലയുടെ ഉച്ചിയിലിറങ്ങി നിസാര സമയം കൊണ്ട് അവരെ കീഴടക്കി മുസോളിനിയെ മോചിപ്പിക്കണം. എന്നാൽ ഇവിടെ വേറെയും ഒരു പ്രശ്നമുണ്ട്. 10 ഗ്ലൈഡർ പ്ലെയിനുകൾക്ക് ഒരേ സമയം തറയിൽ ഇറങ്ങുവാനുള്ള സൗകര്യം ആ മലയുടെ മുകളിലില്ല. ഒരു സമയത്ത് ഒരു പ്ലെയിനു മാത്രമാണ് നിലത്തിറങ്ങുവാൻ കഴിയൂ. അതുകൊണ്ട് ഓട്ടോയും കൂട്ടരും വിമാനങ്ങൾ നിലത്തിറങ്ങുവാനായിട്ടൊരു സമയം കണക്കുകൂട്ടി ഓരോ മിനിറ്റ് ഇടവിട്ട് ഓരോരോ പ്ലെയിനായിട്ട് നിലത്തിറങ്ങണം. മലയുടെ മുകളിൽ ഇറങ്ങുവാനായിട്ടൊരു ഓർഡർ കൂടി ഇവർ വെച്ചിരുന്നു. ജർമ്മൻ സേനയുടെ എലൈറ്റ് ഗ്രൂപ്പ് ആരൊക്കെയാണോ അവരായിരിക്കും ആദ്യം ഇറങ്ങുക. അവർ ഇറങ്ങിയ ശേഷം മറ്റ് വിമാനങ്ങൾ സുരക്ഷിതമായിട്ട് കരയിൽ ഇറങ്ങുവാനായിട്ട് കവറപ്പ് ചെയ്യും. അതിനുശേഷം ഒരുമിച്ച് എല്ലാവരും മുൻപോട്ട് നീങ്ങും. കാര്യങ്ങളൊക്കെ ശരി. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇവർ ആ മലയുടെ മുകളിൽ ഇറങ്ങി വിജയകരമായിട്ട് മുസോളിനിയെ മോചിപ്പിച്ചു എന്ന് കരുതുക. പക്ഷേ തിരിച്ചെങ്ങനെ രക്ഷപ്പെടും? കാരണം ഗ്ലൈഡർ പ്ലെയിനുകൾക്ക് എഞ്ചിനില്ല. അതുകൊണ്ട് പറക്കുവാനും കഴിയില്ല. അതിനുവേണ്ടി അവർ മറ്റൊരു പ്ലാൻ കൂടി തയ്യാറാക്കിയിരുന്നു. അതാണ് പ്ലാൻ ബി, അല്ലെങ്കിൽ എസ്കേപ്പിംഗ് പ്ലാന്. ഈ മലയുടെ മുകളിൽ നിന്നും താഴെ ഗ്രാമത്തിലേക്ക് എത്തുവാനായിട്ട് ഒരു കേബിൾ കാർ സർവീസ് ഉണ്ടായിരുന്നു. നമ്മൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലൊരു സർവീസ്. സ്കോർസനിയുടെ പ്ലാൻ ഇതായിരുന്നു: ഇവർ ഗ്ലൈഡർ പ്ലെയിനിൽ കയറി ആ മലയുടെ മുകളിൽ ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഏതാനും ജർമ്മൻ സൈനികർ ആ ഗ്രാമത്തിലെത്തണം. എന്നിട്ട് ആ കേബിൾ കാർ സ്റ്റേഷൻ പിടിച്ചെടുക്കണം. തൊട്ടു പിന്നാലെ മുകളിൽ എത്തുന്ന സൈനികർ മുസോളിനെ മോചിപ്പിച്ച് കേബിൾ കാർ വഴി താഴെ എത്തും. അതിനുശേഷം വിമാനത്തിൽ കയറ്റി അയാളെ ജർമ്മനിയിൽ എത്തിക്കണം. ഇതും കൂടാതെ മറ്റൊരു കാര്യം കൂടി അയാൾ ചെയ്തിരുന്നു. ഇറ്റാലിയൻ ജനറലായ ഫെർണാണ്ടോ സോളിറ്റി എന്നൊരു ഉദ്യോഗസ്ഥനെ ഓട്ടോയും കൂട്ടരും പിടിച്ചു വെച്ചിരുന്നു. ഈ കമാൻഡോ ഓപ്പറേഷനിൽ അയാളെയും ഒരു മറയായിട്ട് ഉപയോഗിക്കുവാൻ അവർ തീരുമാനിച്ചു. ആദ്യം ലാൻഡ് ചെയ്യുന്ന വിമാനത്തിൽ ഓട്ടോ സ്കോർസനിയും അതോടൊപ്പം ഈ ജനറലും ഉണ്ടായിരിക്കും. ഇവർ വന്നിറങ്ങുന്നതും ഇറ്റാലി സൈനികർ തോക്കുയർത്തും. ആ സമയത്ത് ഈ ഇറ്റാലിയൻ ജനറൽ അവരോട് തോക്ക് താഴ്ത്തുവാനായിട്ട് ആവശ്യപ്പെടും. അവർക്ക് യാതൊന്നും മനസ്സിലാകില്ല. അവരങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റ് 9 വിമാനങ്ങൾ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യും. കമാൻഡോ ഓപ്പറേഷന് വേണ്ടിയുള്ള ഈ പ്ലാനുകളെല്ലാം നടന്നത് സെപ്റ്റംബർ 10-11 തീയതികളിലാണ്. അതിന്റെ അടുത്ത ദിവസം, അതായത് 12-ാം തീയതി ഈ പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്തു. അതിന്റെ ആദ്യപടിയായിട്ട് ഒരു സംഘം സൈനികർ താഴെയുള്ള ഗ്രാമത്തിൽ പോയിട്ട് അവിടെയുള്ള കാർ സ്റ്റേഷൻ കീഴടക്കി. തൊട്ടു പിന്നാലെ നിശ്ചിത ഉയരത്തിൽ ആകാശത്തിൽ ഇരമ്പിയെത്തിയ പ്ലെയിനുകളിൽ നിന്നും ഗ്ലൈഡർ പ്ലെയിനുകൾ പുറപ്പെട്ടു. മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ ഓട്ടോയും അതുപോലെ ജനറൽ ഫെർണാണ്ടോ സോളിറ്റിയുമായിരുന്നു ആദ്യത്തെ വിമാനത്തിലുണ്ടായിരുന്നത്. തോക്കിൻ മുനയിൽ നിൽക്കുന്ന ജനറൽ ഫെർണാണ്ടോ സോളിറ്റി തന്റെ സൈനികരോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ആരും വെടിവെക്കരുത്, യാതൊരു അപകടവുമില്ല. നാസികൾ വിചാരിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചത്. തങ്ങളുടെ ജനറലിന്റെ വാക്കുകൾ കേട്ട് ഇറ്റാലി സൈനികർ ആകെ കൺഫ്യൂഷനായി. ആ സമയത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത മറ്റ് വിമാനങ്ങൾ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തു. ഇത് കണ്ട് സംശയം തോന്നിയ ചില ഇറ്റാലി സൈനികർ തോക്കുയർത്തുവാനായിട്ട് ശ്രമിച്ചു. അത് കാണുമ്പോഴേ ഈ ജനറൽ ഉച്ചത്തിൽ വിളിച്ചു പറയും: ആരും വെടിവെക്കരുത്, ഇതൊരു സാധാരണ ഡ്രിൽ മാത്രമാണ്, സുരക്ഷയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പരിശീലനം.
അല്പസമയത്തിന്റെ ഉള്ളിൽ എന്തിനും തയ്യാറായിട്ട് ആ 100 നാസി കമാൻഡോസും പുറത്തിറങ്ങി. ഒരു ബുള്ളറ്റ് പോലും പൊട്ടിക്കേണ്ടി വന്നില്ല അവർക്ക് ഇറ്റാലി സൈനികരെ കീഴടക്കുവാനായിട്ട്. എന്നിട്ട് പൂ പറിക്കുന്ന ലാഘവത്തോടെ മുസോളിനി അവർ മോചിപ്പിച്ചു. എന്നിട്ട് കേബിൾ കാർ സംവിധാനം ഉപയോഗിച്ച് അയാളെ താഴെയുള്ള ഗ്രാമത്തിലെത്തിച്ചു. അവിടെ നിന്നും വിമാനത്തിൽ അന്ന് രാത്രി തന്നെ ജർമ്മനിയിലും. ഈ ദൗത്യത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഹിറ്റ്ലർ അഭിനന്ദിച്ചു. ഓട്ടോ സ്കോർസനിക്ക് സ്ഥാനക്കയറ്റവും കൊടുത്തു. അതിന്റെ അടുത്ത ദിവസം സെപ്റ്റംബർ 13-ാം തീയതി സഖ്യകക്ഷികളെ കളിയാക്കും പോലെ ഹിറ്റ്ലർ റേഡിയോ വഴി ഈ കാര്യം അനൗൺസ് ചെയ്തു. മുസോളിനിയെ ഞങ്ങൾ മോചിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഹിറ്റ്ലറിന് കീഴിൽ അയാൾ പറയുന്നത് എന്തു മത്സരിക്കുന്നൊരു പാവയെ പോലെ മുസോളിനി ജീവിച്ചതും ഒടുവിൽ വിമതർ അയാളെ കണ്ടെത്തി വധിച്ചതും അതുപോലെ ജർമ്മനിയുടെ വീഴ്ചയും ഹിറ്റ്ലറിന്റെ ആത്മഹത്യയും അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓപ്പറേഷൻ ഗ്രാൻഡ് സാസോ റെയ്ഡ് എന്ന ഈ യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന കഥയല്ലേ ഇത്? കമന്റിൽ അറിയിക്കുക. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.